ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ കടയിൽ നിന്നും സോപ്പ് മേടിക്കാറില്ല, ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോട്ട് മിൽക്ക് സോപ്പാണ്. ആട്ടിൻപാലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ 6, വൈറ്റമിൻ B12, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ എന്നിവ ശരീരത്തിന് നിറം വയ്ക്കാൻ സഹായിക്കുന്നു. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും മാറ്റി ശരീരം നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സോപ്പ്. എടുത്തിട്ടുള്ളത് മൈസൂർ ഡാളാണ്, ചുവന്ന പരിപ്പ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുങ്കുമപ്പൂവാണ്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ബേസ് ആണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഈ ഒരു സോപ്പ് ബേസ് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉഴുന്ന് നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ചർമ്മത്തിന് നിറം വെക്കാൻ ഉഴുന്ന് സഹായിക്കുന്നു. ചർമ്മത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖത്തിന് തിളക്കം നൽകാനും മുഖത്തിലുണ്ടാകുന്ന അമിതമായ രോമ വളർച്ചയെ തടയാനും ഉഴുന്ന് സഹായിക്കുന്നു. ഉഴുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുങ്കുമപ്പൂവ് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ചർമ്മത്തിന്റെ തിളക്കം നൽകാനും ചർമ്മത്തിലുണ്ടാകുന്ന പിഗ്മെന്റേഷനൊക്കെ മാറ്റി സൺ ടാൻ ഒക്കെ മാറ്റി കണ്ണിന് താഴെയുള്ള അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഇല്ലാതാക്കുന്നു. അതുപോലെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 പിഞ്ച് കുങ്കുമപ്പൂവാണ്. അതിലേക്ക് ഞാൻ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് ഞാനിത് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ഒരു സോപ്പ് നമുക്ക് ഫേസിലേക്കും ബോഡിയിലേക്കും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഉഴുന്നാണെങ്കിലും മൈസൂർ ഡാളാണെങ്കിലും നമുക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിലേക്കൊക്കെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചുവന്ന പരിപ്പ്, മൈസൂർ ഡാൾ ചർമ്മത്തിലെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ചുവന്ന പരിപ്പ് പ്രകൃതിദത്തമായ ഒരു എക്സ്ഫോളിയേറ്ററും കൂടിയാണ്. ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാൻ സഹായിക്കുന്നു. ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഈ ചുവന്ന പരിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ ചുവന്ന പരിപ്പും 2 സ്പൂൺ ഉഴുന്നും നന്നായിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ കുതിരാൻ വെച്ച കേസർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി റോസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ഈ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ ഒന്ന് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. സോപ്പ് ബേസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ഉടച്ച് തന്നെ മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 വൈറ്റമിൻ ഇ ക്യാപ്സുൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ഞാൻ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മണത്തിന് വേണ്ടത് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാനിത് ഒരു 5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മോൾഡാണ്. ഇത് സോപ്പ് മോൾഡാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇതൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട്, കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ മിക്സ് ആക്കി വെച്ച ആ സോപ്പിന്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓവർനൈറ്റ്
ഒരു 8 മണിക്കൂറൊക്കെ നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത്, അപ്പം ഞാൻ ഓവർനൈറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മോർണിംഗ് ഞാൻ നോക്കുന്ന സമയത്ത് സോപ്പൊക്കെ നന്നായിട്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് മുകളിൽ നിന്നൊന്ന് അടർത്തി മാറ്റാം. അപ്പോൾ നന്നായി തന്നെ നമുക്ക് സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സോപ്പ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പതയും കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട്. കടലിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ നമുക്ക് പതയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ദോഷമോ കാര്യങ്ങളോ ഒരു കെമിക്കലോ ഒന്നും നമ്മളിതിൽ ആഡ് ആക്കിയിട്ടില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. ബൈ.